എല്ലാവർക്കും റൂട്ടറിൽ നമ്മൾ ആദ്യത്തെ ലൈവ് ആണ്. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ റൂട്ടറിൽ സ്ട്രീം ചെയ്യാൻ പോയത്. ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ, നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ സ്ട്രീമിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മളായിട്ട് സ്ട്രീമിൽ വർക്ക് സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ടറാണ് നമ്മളെ ജിൻഡോനെ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മുതൽ നമ്മുടെ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും, എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ റൂട്ടറിലായിരിക്കും ലൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, let's go. Okay, guys, let's welcome Big Boss Season 6 winner, guys. Everybody put up the W's in the chat. Let's go. ഇതെന്താ കപ്പെടുത്തിട്ട് കളിക്കരുത്. മക്കളുടെ കപ്പ. അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു സാധനം എന്റെ കയ്യിലെത്തണം എത്തിച്ചിരിക്കും. ഒന്ന് ചിന്ത ശരിക്കും കാണുന്നത് കണ്ടു. എല്ലാരും ഡബ്ല്യൂസ് ഒന്ന് കട്ടിപ്പിടിക്കണം. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞത്. ജിൻഡോ വരും ഫസ്റ്റ് ചോദിക്കുന്നത്, നമ്മളിപ്പോ ഒരു ഗ്യാങ്ങാണ്, നമ്മളെ ഗ്യാങ്ങിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ജിൻഡോ വരുമോ ഇല്ലയോ? പിന്നെ ശരിക്കോ? ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറി. അപ്പൊ പിന്നെ എപ്പോ കാണും? എപ്പോഴും കാണുന്നല്ലോ, എപ്പോഴും കാണല്ലോ. ജിൻഡോ നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറി. അപ്പോ ഇത് ഇത്ര ഈസി ആവുന്ന സാധനം എടുക്കുക. ജിൻഡോകള് ഗിഫ്റ്റാ പൊട്ടിക്ക് ഞാൻ പൊട്ടിക്കണം. ഓക്കെ, ഞാൻ പൊട്ടിക്കാം. ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. നോക്കെ, ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. ഞാൻ കൊടുക്കാം. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നമ്മളെ കൂട്ട് ഇഷ്ടപ്പെട്ടോ? എന്താ സെറ്റപ്പ് അളിയത്? ഇത് എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവില്ലല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാല്ലേ? സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയല്ല എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, ഹലോ, എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ. ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. എടാ നിനക്ക് ഒരാളെ കാണിച്ചോ? നിനക്ക് ഒരാളെ കാണിച്ചേ? ആരായിരിക്കും? റോക്കിനെ വിളിക്കാന്നല്ലേ മുന്നാടുക്ക്? ആരായിരിക്കും? ഗസ് ആരായിരിക്കും? ഞാൻ ലൈവാ ലൈവില് ഹായ് പറ, ലൈവിനോട് ഹായ് പറ. ഇത് ഞാൻ ഒരാളെ കാണിച്ചതാ. യോ ഓ പോളി 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 കാണിച്ചേ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ സായി? നിനക്കെന്താ ഇത് ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? പോടാണ്. അതെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? ഞാൻ ഏറ്റെടുക്കും. എന്താ കോമര? ഓക്കെ, ചാലഞ്ച് ചെയ്യണോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ചാലഞ്ച് ചെയ്യണോ? എന്താ ചാലഞ്ച്? എന്താ എത്ര ദിവസം നിൽക്കുന്ന പറയുന്നേ?
ഇതൊന്നും ആരെയും അറിയിക്കാതെ അങ്ങോട്ട് പോകണം. ഇക്കൊണ്ടത്തെ മാതിരി എന്നെ വിളിക്കുമ്പോ തന്നെ ലൈവ് ഇട്. എല്ലാരും അന്ന് നോക്കുന്നത് പറയോ ആരെങ്കിലും പറയോ കണ്ട് ഞാൻ ഈ സീസണാണ് അറിയാന്നു. നീ വെറുതെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലേ പോടാ, ഞാൻ എന്നെ വിളിക്കൂലേ. അല്ല, മൂന്നാമത്തെ ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല, ഇത് തൊപ്പിയാണ്. നമസ്കാരം. ആരെ അവിടെയോ? എടാ അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കൊക്കെ പൊന്നാ. സായി ഒരു നാൾ I'll prove you wrong. Okay, I'll prove you wrong, man. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എടുത്തോലെ, ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ, എന്റെ തൊലൊക്കെ അടികൊടെ ഇതിനെ കൊണ്ട്. ഇവൻ അപമാനിച്ച് മനുഷ്യന് ഇല്ല സായി, തളരൂലടാ, തളരൂല. എന്ത് ക്ലാസ്? പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും. ശരിടാ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെടാ, ബൈ ബൈ മച്ചാ, ബൈ ബൈ. ലവ് യു. ഈ പൊട്ടന്റെ ഭയ ഇത് ഹെയ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഹെയ്റ്റേഴ്സ് ബിക്കം ലവേഴ്സ് ആക്കേണ്ടത് നിന്റെ കടമയാണ്. ഒരു 2 ആഴ്ച വരെയൊക്കെ ജിൻഡോനെ പൊട്ടനെന്നും മണ്ടനെന്നും നീ പണ്ട് എപ്പോഴും ഒരു വളി വിട്ടു എന്ന് പറഞ്ഞിട്ട് നീ അതിനെ പിടിച്ചിട്ട് ജിൻഡോ അതിനകത്തൊരു വളി വിട്ടു. ഒരു വളിബന്ധം വിട്ടവളി തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാലോചിക്കണം. സംഭവം പൊളിച്ചെന്താ അറിയില്ല ലാസ്റ്റ് കോൾ ആര് ഈകളെ വിളിക്കും. എന്തായാലും ഹലോ, എന്നല്ല ഇതൊക്കെ സർപ്രൈസ്. മുത്തേ താങ്ക് യു. എടി നോക്കണ കപ്പ് എടാ, അടുത്തല്ല ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന എല്ലാരും എന്നാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എടാ നീ ദുബൈലാ? ദുബൈലെന്തിനു പോയി? അടുത്ത ആഴ്ച ഉണ്ടോ? ഞാൻ അടുത്ത ആഴ്ച ദുബൈയിലേക്കുണ്ട്. വിളിക്കാം. എന്തിനാ ഇതിനെ കണ്ടത്? ഞാൻ അപ്പഴാ വെച്ചിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത്. അവിടെ ശരിയാണ്, വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഇവനൊരു സംശയമുണ്ട്, അവിടെ ബിഗ് ബോസിൽ പൊക്ക് കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? സത്യമായിട്ട് അവരെന്നോട് ഇന്നലെ പറഞ്ഞത് അവിടെ സിഗരറ്റ് വലിയ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ചെയ്യാൻ പറഞ്ഞു കേട്ടു. നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ പറ്റുമോ അവിടെ? ഇല്ല, സിനിമ ആണെങ്കിൽ ഞങ്ങളൊരു സിനിമ കാണിച്ചു തന്നു. ഒരു സിനിമ കാണിച്ചു തന്നു. റോക്കി വിളിച്ചാലോ? റോക്കി വിളിക്കാലോ? റോക്കി വിളിക്കാം. ഹലോ, ഇതാരാ റോക്കിനെ കാണിക്കണം? ഇതല്ലേ അത് പൊട്ടൻ. നീയാണ് റോക്കിക്ക് ഫോൺ കൊടുക്ക. റോക്കി എന്നല്ല, അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫുൾ ബിസിയാലേ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരു സാധനം കാണിക്കാനാ.
മുത്തേ ലവ് യു. കാണാനില്ല. ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോ. ആ പൊട്ട മാറ്റേ നിന്നെ കാണുന്നില്ല റോക്കി. സൂം ചെയ്യുക. പോയാ നിന്നോട് ഞങ്ങൾക്ക് ഒരൊറ്റ മാസം മതി. റോക്കി ആരോട് പറഞ്ഞ? ആ എല്ലാവർക്കും തരും. എല്ലാരും വീട്ടിലെത്തി 10 ലക്ഷത്തിന് കൊപ്പി വിട്ടിട്ട് അതുപോലെ തന്നെ തരും. റോക്കി ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, കാണാൻ നമുക്ക്. എടാ ശരിയെന്നാ കാണാം. ബൈ. റോക്കി വെച്ചാ ബൈ ബൈ ബൈ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയല്ലേ റോക്കി? ലവ് യു റോക്കി. ഓക്കെ ബൈ. ഒരു നല്ല ശബ്ദം വിടൂ. ചങ്ങായി ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഒരു കാര്യം, ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. നല്ലൊരു മനുഷ്യരായിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല വിൽ പവർ ഉള്ള ഒരു മനുഷ്യരായിരുന്നു. പറയുന്നുണ്ട് നമ്മളൊരു ദിവസം റോക്കിനെ കൊണ്ടുവന്ന് റോക്കി ഇതുപോലെ ഞാൻ റോക്കി ഇങ്ങനെ ഇരുന്ന്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പീസിന്റെ അടുത്തേക്ക് പോകുമ്പോ റോക്കി ചെറുതാണല്ലോ, ആള് ചെറുതാണല്ലോ. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ഇവരെ കാണൂല. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഞാൻ ഇത് അറിയുന്നില്ല. അന്ന് ചങ്ങായി ഫുള്ള് ചൂടായി, ഫുള്ള് റേസായി, ഫുള്ള് ഔട്ടായി. എന്തല്ലോ പറഞ്ഞ അടിയാ ചോക്ക ലൈവില് അടിയായി. ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെ അതാ പറഞ്ഞ കുറച്ച് അങ്ങോട്ട് ഇരുന്നു. ഒന്നോട്ടാ തീരും. ഷിയാസിനെ വിളിക്കണം. വേണ്ട മോഹൻലാൽ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വെളിച്ചോട് മുത്തേ ഞാൻ മറന്നുപോയി. നിങ്ങൾ പഴയ ഡ്രൈവറല്ലേ? നീ ഷിയാസ് ഖാൻ അല്ലേ? റിയാസ് ഖാൻ അല്ലല്ലോ. എടാ നിങ്ങള് പഴയ ടീമല്ലേ? നിങ്ങള് മൂന്നാളും എങ്ങനെ പോണേ? എങ്ങനെ പോണേ? അളിയാ മച്ചാനെ പറഞ്ഞ പോലെ കപ്പ കൊണ്ട് വന്നിട്ടുണ്ട്. ലവ് യുടാ. എന്നാ ശരിയടാ. ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ. ക്യാമറ എന്തുവാടാ? നമ്മളൊരു സൈറ്റില് കയറാം. നമ്മുടെ സ്വന്തം സൈറ്റ്. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സൈറ്റ് ഉണ്ട്. ലൊട്ടാന്ന പേര്. അത് ലൊട്ടാന്ന് പറഞ്ഞാൽ അറിയാം, അത് നമ്മുടെ തൊപ്പിയുടെ മാത്രം ഒരു സ്പെഷ്യൽ ലൊട്ട. ഇതെന്താ സംഭവം ജിൻഡോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡില് ഏടെ ഇരുന്നിട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചാറ്റ് ചെയ്യുന്ന സംഭവം. ഈ ഒമേകളില്ലേ, ഒമേ TV, അതേപോലത്തെ മലയാളികൾക്ക് വേണ്ടിട്ട് ഒരു ഒമേകൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭയങ്കര സക്സസ്. ഭയങ്കര 1.7 മില്യൺ 2 മില്യന്റെ അടുത്ത് യൂസേഴ്സ് ഉണ്ട്. ഭയങ്കര ഹിറ്റ്. നമ്മളിപ്പോ രണ്ടാഴ്ച അല്ലെ ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര 2 മില്യൺ യൂസേഴ്സ് ആയി. ഹായ് ഹലോ എന്തല്ല? പറഞ്ഞോ കേക്കാം. എവിടെയാ? ട്രിവാൻഡ്രത്ത് എവിടെയാ? നിനക്ക് നിന്റെ സ്ഥലം അറിയില്ലേ? അതിന് നിനക്ക് ട്രിവാൻഡ്രത്ത് നീ എവിടെയാന്ന് നിനക്ക് അറിയില്ലേ? എന്താ വിളിയാ? അതുകൊണ്ട് കിളി പോയി തോന്നട്ടാ. കിളി പോയി. എടാ എന്നാ ശരി, അടുത്താളെ പിടിക്കാം. നെക്സ്റ്റ്. ഇവനോട് എപ്പോഴും ചോദിക്കാം എന്താ മിണ്ടാണ്ടിരിക്കുന്നത്.
ഏതാടാ മുട്ട ഇച്ചിമുള്ളി ചെക്കനടാ ഏയ് ചെറുത്. ഹലോ ഹലോ എന്താ? നീ കിടക്കാണോടാ? ബിഗ് ഫാൻ ആ ഓ ബിഗ് ഫാൻ. താങ്ക് യു. മാത്രം ഇയാളറിയോ? ആരാ ഇയാളറിയില്ല? നിന്റെ ഓ ഗെയിമേഴ്സ് അല്ലേ ഈ ഇതിൽ കൂടുതൽ വരുന്നത് ഗെയിം കളിക്കുന്ന പിള്ളേരാ. പിള്ളേർക്ക് നിന്റെ അറിയാം. റോക്കി ആക്കപ്പെട്ടിരിക്കണ്ടേ എന്ത് ചുണ്ണിച്ചക്ക ഇങ്ങോട്ടാണ് നീ എന്താണ് എന്റെ പേര്? റോക്കി എന്താണ് റോക്കി കപ്പടിച്ചായിരുന്നു, കൊണ്ടുപോയി നേരത്തെ വീട്ടിൽ കൊണ്ടുപോയി. റോക്കി ഇങ്ങനത്തെ കൊറേ തെറിച്ച പിള്ളേരുണ്ടല്ലോ. എടാ എന്താണ് ഇതിന്റെ പേര്? റോക്കി നമ്മുടെ ചങ്കടാ. പേര് ഇരിയാൻ എന്താ? ഇരിയാൻ ഇരിയാൻ ഇസിയാനോ? ഇടിയനോ? എന്ത് പേരാണത്? റോക്കി റോക്കിന് ഫേസ് കണ്ടിട്ടുണ്ടോ? റോക്കിയുടെ ഫേസ് കണ്ടിട്ട് ആളുകൂടെ നോക്കി സൈറ്റിൽ കാണിക്കണം. ഓ സ്കിപ്പ്. എടാ പോടാ വന്നിട്ട് റോക്കിയായിരുന്നു അപ്പെടുക്കണ. എന്താ ചെറുതിന് ഏത് ധൈര്യോടെ നമ്മൾ ഇത്രയും ആൾക്കാരായിട്ട് ഇരിക്കുമ്പോ അതാ അടുത്ത ആരോ ഉണ്ട്. മലയാളിയല്ല. ആ എവിടെയല്ല അറിയോ എന്നെ അറിയോ? എവിടെയാ? ബാംഗ്ലൂരാ? ഓ ഐ ലവ് യു. എന്താ പോലെ കർണാടക ഫാൻസ്. പാടിക്കോ. സൗണ്ട് കറക്റ്റാ. കമലം മുഴുവൻ ബ്രോ ഇത് കിടിലൻ ടാലന്റ്. ഇത് നിങ്ങളൊരു ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ചാൻസ് ആയിട്ട് എഴുതാൽ മതി. നിങ്ങൾ കേറിക്കോളൂ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അടിപൊളി പാട്ട്. See you, bye. Love you, bro. ലവ് യു. ഓക്കെ മതി. ഓക്കെ നമുക്ക് ഈ ഡാൻസോടുകൂടി നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ. Good night everybody. See you tomorrow. കാര്യം പറഞ്ഞില്ല, ഇത് എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും ലൈവ്. ഓക്കെ എല്ലാ ദിവസവും രാത്രി ഒരു 8 മണി 9 മണി ആ ടൈം ആയിരിക്കും. ഞാൻ ഇൻസ്റ്റയിൽ അറിയിക്കാം. എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും ലൈവ്. ഓക്കെ നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ബൈ. എല്ലാരും